പാപം എന്നുള്ളതാണ്. ആ പാപമാണ് മനുഷ്യനെ എല്ലാ നിലയിലും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപമാണ് മനുഷ്യന്റെ ഉള്ളിൽ ശൂന്യത വരുത്തിയിരിക്കുന്നത്. ആ ശൂന്യത എന്താണ്? ദൈവ ആത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ ആദിമ മനുഷ്യന് ബന്ധമുണ്ടായിരുന്നു, അത് അറ്റുപോയി. നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യനിൽ ഇപ്പോൾ ദൈവമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യന്റെ മൂല്യച്യൂതിക്ക് കാരണമെന്ന് പറയുന്നത് മനുഷ്യനിൽ ദൈവമില്ല എന്നുള്ളതാണ്. നാം ഈശ്വരനെ പ്രസാദിപ്പിക്കുവാനായിട്ട്, ഈശ്വര സായുജ്യം പ്രാപിക്കുവാനായിട്ട്, ഈ ഭൂമിയിലെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധിമൂശയിൽ ഊരിത്തിരിഞ്ഞു വരുന്ന ചിന്തകൾക്ക് അനുസരണമായുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നു. പക്ഷേ അത് ഈശ്വരന് പ്രസാദമല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന വെള്ളനാട് ദേശനിവാസികളെ, ഈശ്വരൻ മനുഷ്യനിൽ പ്രസാദിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ ഒരു മാർഗമൊരുക്കി, ഈശ്വരൻ തന്നെ ഒരു വഴിയൊരുക്കി. മനുഷ്യന്റെ തോൽവിയെ മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ഈശ്വരനോട് രക്ഷിക്കണമേ 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 എന്നുള്ള ആവർത്തിച്ചുള്ള നിലവിളിക്ക് ഉത്തരമായി ദൈവം തന്നെ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ശ്രദ്ധിക്കണം, മനുഷ്യനെ മൂല്യമുള്ളവനാക്കി തീർക്കുന്ന സന്ദേശമെന്ന് ഞാൻ പറഞ്ഞത് പാപം ചെയ്ത മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല. പാപം ചെയ്ത മനുഷ്യനെ തള്ളിക്കളയാത്ത ദൈവമാണ് ദൈവം. സൃഷ്ടിതാവായ ദൈവം, എന്റെയും താങ്കളുടെയും ഉടയവനായ ദൈവം, ആ ദൈവം മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല. ആ മനുഷ്യനെ വീണ്ടും തന്നിലേക്ക്, ദൈവത്തിങ്കലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ താങ്കളൊന്ന് വായിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തും, ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം താങ്കളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഓരോ കാലഘട്ടത്തും ഓരോ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ദൈവം ലോകത്തോട് പറയുവാനുള്ളത്, അഥവാ മനുഷ്യനോട് പറയുവാനുള്ളത് ഈ പ്രവാചകന്മാർ മുഖാന്തരം മനുഷ്യനോട് അറിയിച്ചു കൊണ്ടിരുന്നു. അതിൽ ഏക വിളി എന്ന് പറയുന്നത് മനുഷ്യനോട് തന്റെ ദുഷ്ടതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, പാപപ്രവൃത്തികളെ മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് മടങ്ങി വരൂ, ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങി വരൂ എന്നുള്ള ആഹ്വാനമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി കർത്താവായ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരാം. ഇന്നേക്ക് 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ മാനവനെ രക്ഷിക്കുവാൻ, മാനവന്റെ പാപത്തിന് പ്രായശ്ചിത്തമായ യാഗമായി തീരുവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു പലസ്തീനായിൽ നിന്നുകൊണ്ട് തന്റെ അടുക്കൽ കൂടി നിന്ന ജനത്തോട് ഇപ്രകാരമാണ് പറയുന്നത്: അധ്വാനിക്കുന്നവരും പാപഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇപ്രകാരം പറയുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു.